ശ്രീ വി ആർ അനൂപ്, ഇ ഡി ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഞങ്ങൾക്കൊട്ട് പേടിയുമില്ല. പാർട്ടി സെക്രട്ടറി ഇന്ന് മുതലക്കുളത്ത് നടക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ വ്യക്തമാക്കിയ ഒന്നാണ്. കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടു. എൻ്റെ കൈകൾ സംശുദ്ധമാണ്, ഞാനോ എൻ്റെ കുടുംബമോ കുടുംബത്തിൽ ആരെങ്കിലുമോ ഹവാല ഇടപാടുകളിലേക്ക് പോയിട്ടില്ല, എൻ്റെ മകളായതുകൊണ്ടാണ് വിചിത്രമായ നടപടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് തൻ്റെ മകളാണ് എന്നതുകൊണ്ട് ഇ ഡി വിചിത്രമായ രീതിയിൽ വേട്ടയാടാൻ പോകുന്നുവെങ്കിൽ അതിനെ പാർട്ടി ചെറുക്കും എന്നതു തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കിയത്. പക്ഷെ ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറി മുതലക്കുളത്ത് സംസാരിക്കുമ്പോൾ പറയുന്നത് കമ്പനി കേസ് കമ്പനി നടത്തും, നേതാക്കളെ തൊട്ടാൽ മുഹമ്മദ് റിയാസിലേക്ക് പോയാൽ, പി നിഖിലിലേക്ക് പോയാൽ, അങ്ങ് നന്ദുലാലിലേക്ക് പോയാൽ അതിനെ ചെറുക്കും, പ്രതിരോധിക്കും, ഇ ഡിയെ പേടിയില്ല എന്നതാണ്. രണ്ടും ഒന്നാണോ രണ്ടാണോ? എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? മാധു തന്നെ ഇവിടെ പറഞ്ഞതുപോലെ CPM വിശദീകരണ യോഗം നടക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങളോട്, അതായത് മാധ്യമങ്ങളിലൂടെ വിശദീകരിക്കാൻ ഇപ്പോൾ CPMന് കഴിയുന്നില്ല. പിണറായി വിജയൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം ഒരു സുവിശേഷ പ്രസംഗകനെ പോലെ കൈകൾ മുകളിലേക്ക് ഉയർത്തുന്നു, എന്നിട്ടൊരു ഹാൻഡ് വാഷിൻ്റെ പരസ്യം പോലെ പറയാണ് എൻ്റെ കൈകൾ ശുദ്ധമാണ്. അതിലപ്പുറം ഇതിനകത്ത് ഈ കേസിൻ്റെ തുടക്കം മുതൽ എന്ത് കാര്യത്തിലാണ് CPMന് അല്ലെങ്കിൽ പിണറായി വിജയന് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? വളരെ കൃത്യമല്ലേ? ഇതിനകത്ത് ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ് വിശദീകരണം ആവശ്യമുള്ളത്. എന്ത് സേവനമാണ്, എന്ത് ഉൽപ്പന്നമാണ് വീണ കൊടുത്തത് എന്ന് വിശദീകരിച്ചാൽ മാത്രം തീരുന്നത്ര ലളിതമാണ് ഈ കേസ്. പക്ഷേ CPMന് അന്നും കഴിഞ്ഞിട്ടില്ല, ഇന്നും കഴിഞ്ഞിട്ടില്ല, CPMന് അത് കഴിയുന്നില്ല എന്നുള്ളിടത്താണ് ഈ കേസിൻ്റെ പ്രതിസന്ധി. ഇപ്പോൾ പോലും പറയുന്നത് ഇതിനെ രാഷ്ട്രീയമായി നേരിടുന്നില്ല എന്ന് പറയുന്ന CPM ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചിരിക്കുകയാണ്. അവിടെയാണ് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഇപ്പോൾ സമാനമായ സന്ദർഭത്തിൽ ബിനീഷ് കൊടിയേരിക്കെതിരെ കേസ് വന്ന സമയത്ത് പിണറായി വിജയൻ്റെ ഒരേ ഒരു വാചകമാണ്, ആ കേസിൻ്റെ വഴിക്ക് പോകും, CPM അതിന് രാഷ്ട്രീയമായി ആ കാര്യത്തിൽ ഇടപെടാനില്ല എന്ന് മാത്രമല്ല ബിനീഷ് കൊടിയേരിയെ സമ്പൂർണ്ണമായി തള്ളിക്കളഞ്ഞു, ഡിസോൺ ചെയ്തു. എന്തുകൊണ്ട്? ബിനീഷ് കൊടിയേരിക്ക് ഒരു നീതി, വീണ വിജയന് വേറൊരു നീതി എന്നുള്ളതാണ് പ്രശ്നം. വീണ വിജയൻ ഈ പാർട്ടിയുമായുള്ള ഏകബന്ധം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ മകൾ എന്നത് മാത്രമല്ലേ, റിയാസിൻ്റെ പങ്കാളി എന്നത് മാത്രമല്ല. പക്ഷേ വീണ വിജയനെ പ്രതിരോധിക്കാൻ ഈ പാർട്ടിയുടെ മുഴുവൻ സംവിധാനവും അണിനിരക്കുന്നത് കണ്ടു. അവരുടെ അവിടെ റെയ്ഡ് നടക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ? ഇപ്പൊ ഇ ഡി ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുന്നു. ഇ ഡി എന്തിനാണ് വാർത്താക്കുറിപ്പ് ഇറക്കുന്നത് എന്നൊരു ചോദ്യം പ്രതിപക്ഷ നേതാവ് തിരിച്ചു ചോദിക്കുന്നു. അന്വേഷണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഇത്തരത്തിൽ അതും സംശയങ്ങൾ നിറഞ്ഞതും അങ്ങനെ വ്യാഖ്യാനിക്കാൻ ഉള്ള സാധ്യതകൾ അവശേഷിപ്പിക്കുന്നതുമായ വാർത്താക്കുറിപ്പ് ഇറക്കുന്നു. അതിനെ പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയമായി ചെറുക്കുന്നു. തൊട്ടു പിന്നാലെ മാധ്യമങ്ങളോട് ഇ ഡി അതിന് മറുപടി പറയുന്നു. ഈ നിലയ്ക്ക് വാദപ്രതിവാദങ്ങൾ നടത്തേണ്ടതോ വിശദീകരിക്കേണ്ടതോ ആയ ആവശ്യം ഇ ഡിക്ക് എന്താണ്? അപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു ദേശീയ അന്വേഷണ ഏജൻസി എന്നതിനപ്പുറത്തേക്ക് ഒരു 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 സ്ട്രീറ്റ് ഫൈറ്റിന് ഒരുങ്ങുന്നു ഇ ഡി എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അല്ല, ഈ കേസിനകത്ത് ഇ ഡിയുടെ വക്കാലത്തോ വീണയുടെ വക്കാലത്തോ ഞങ്ങൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ലെന്നേ. ഞങ്ങൾ ഏറ്റെടുത്തിട്ടുമില്ല. മുഖ്യമന്ത്രി അടക്കം, മന്ത്രി കെ മുരളീധരൻ അടക്കം പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമല്ലേ? ഇ ഡിയെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. പക്ഷേ വീണയെ സംബന്ധിച്ച് വീണയ്ക്ക് ആ കാര്യം ഇപ്പോഴും വിശദീകരിക്കാൻ കഴിയുന്നില്ല, വീണയുടെ പിതാവിന് വിശദീകരിക്കാൻ കഴിയുന്നില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വിശദീകരിക്കാൻ കഴിയില്ലെന്നേ. ഒരേ ഒരു കാര്യം പറഞ്ഞാൽ മതി, വീണയുടെ കമ്പനി ഈ പൈസ കൈപ്പറ്റിയത് എന്തിന് വേണ്ടിയായിരുന്നു എന്ന കാര്യം ഒറ്റ വാചകത്തിൽ വിശദീകരിച്ചാൽ തീരുന്നത്ര ലളിതമാണെന്നേ കേസ്. ഇവിടെ ആ കേസ് വിശദീകരിക്കുന്നതിന് പകരം, സ്വയം വിശദീകരിക്കേണ്ട കാര്യം വിശദീകരിക്കുന്നതിന് പകരം ഒരു വിക്ടിം കാർഡ് കളിക്കുകയാണെന്നേ വീണ. ഞങ്ങളെ സംബന്ധിച്ച് ഇ ഡിയെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കേണ്ട ഒരു ബാധ്യതയുമില്ല. ഇന്ത്യ രാജ്യത്തുടനീളം ഇ ഡി ചെയ്യുന്ന കാര്യങ്ങളുടെ പിന്നിലുള്ള രാഷ്ട്രീയമായ താല്പര്യങ്ങളെക്കുറിച്ച് ആരേക്കാൾ അറിയുന്ന ആളുകളാണ് ഞങ്ങൾ. പക്ഷെ വീണ ചെയ്യുന്നതിനെ ഇ ഡിയുടെ മറവിൽ എന്തിനാണ് ന്യായീകരിച്ചെടുക്കുന്നത്? അത് വീണ ചെയ്യേണ്ട കാര്യമാണ്. വീണ പറയണം, ഞാൻ ഈ സർവീസ് കൊടുത്തത്, ഈ ഉൽപ്പന്നം അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഈ കാര്യത്തിനാണ് എന്ന് പറഞ്ഞാൽ തീരുന്നത്ര ലളിതമാണ്. അത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് CPMന്റെ നേതാക്കന്മാർ പറയുന്നത് അവർ പ്രവർത്തിച്ച് കാണിക്കണം. ബിനീഷ് കൊടിയേരിയുടെ കാര്യത്തിലെടുത്ത മാനദണ്ഡം എന്തുകൊണ്ട് വീണയുടെ കാര്യത്തിൽ പാലിക്കുന്നില്ലെന്നുള്ള വളരെ ലളിതമായ ചോദ്യം മാത്രമാണ് ഇതിന് മുന്നിലുള്ളത്. അത് CPM Debate with Madhu Saji.